ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ 2024 മൂന്നാം ക്വാർട്ടറിലെ 11ാമത്തെ പാഠത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബന്ധിച്ച് വിചാരണ ചെയ്യുന്നു എന്ന തലക്കെട്ടോടുകൂടിയ ഒരു പാഠമാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ഈ പാഠത്തിൻ്റെ മനപ്പാഠവാക്യം: അബ്ബാ പിതാവേ, നിനക്കെല്ലാം കഴിയും, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്നത് അത്ര ആകട്ടെ എന്ന് പറഞ്ഞു. മർക്കോസ് 14:36. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ അടിയങ്ങൾക്ക് ഇന്ന് അങ്ങയുടെ വചനത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് ഈ ഒരു അവസരം തന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. നാഥ, ഞങ്ങളിന്ന് അങ്ങയുടെ വചനം പഠിക്കുമ്പോൾ അവിടുത്തെ ആത്മാവടിയങ്ങളോട് കൂടെ ഇരിക്കണം. അങ്ങയുടെ സാന്നിധ്യ അടിയങ്ങളിലുണ്ടായിരിക്കണം. ഞങ്ങൾ കേൾക്കുന്നതെല്ലാം, ഞങ്ങൾ പറയുന്നതെല്ലാം തിരുനാമ മഹത്വത്തിനായിട്ട് തീരണം. എല്ലാവരുടെ ഹൃദയങ്ങളിൽ അത് പതിയുവാനും അവരുടെ ഹൃദയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാനും ദൈവം സഹായിക്കണം. യേശുവപ്പൻ്റെ പൊന്നുനാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ 10ാമത്തെ പാഠം പഠിച്ചു. 10ാമത്തെ പാഠം വരെ നമ്മൾ ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നും വളരെ അധികം കാര്യങ്ങൾ ദൈവം നമ്മളോട് സംസാരിച്ചു. അതെല്ലാം നമ്മൾ പഠിച്ചു, കേട്ടു. ഇപ്പോൾ നമ്മളിതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായങ്ങളാണുള്ളത്. അതിൽ 9 അധ്യായങ്ങൾ, ആദ്യത്തെ 9 അധ്യായങ്ങളും യേശുക്രിസ്തുവിൻ്റെ ഗലീല പ്രദേശങ്ങളിലുള്ള ശുശ്രൂഷയായിരുന്നു. ഗലീല തടാകത്തിൻ്റെ അക്കരെയും ഇക്കരെയുമായിട്ട് യേശുക്രിസ്തു യാത്ര ചെയ്തതും അവിടെ നടത്തിയ വേലയെക്കുറിച്ചൊക്കെയാണ് പഠിച്ചത്. 10ാമത്തെ അധ്യായം തുടങ്ങി നമ്മൾ പഠിക്കുന്നത് യേശു ഗലീല പ്രദേശം വിട്ട് താഴെയുള്ള അല്ലെങ്കിൽ തെക്ക് ഭാഗത്തുള്ള യഹൂദയിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. 11ാം അധ്യായത്തിൽ യഹൂദയിൽ നിന്നും ഒരു വിജയകരമായ ഒരു യാത്ര യെരുശലേമിലേക്ക് നടത്തുന്നു. യെരുശലേമിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചാണ് നമ്മൾ 11ൽ വായിച്ചത്. പിന്നെ അവിടെയുള്ള ചില വിവാദങ്ങളെല്ലാം നമ്മൾ കേട്ടു. അത് കഴിഞ്ഞ് 13ാം അധ്യായത്തിൽ യേശുക്രിസ്തു ശിഷ്യന്മാരോട് തൻ്റെ വരവിൻ്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുന്നതെല്ലാം കേട്ടു. ഇന്ന് നമ്മളുടെ പാഠം കേന്ദ്രീകരിച്ചിരിക്കുന്നത് 14ാം അധ്യായം മാത്രം. അത് കുറച്ച് വലിയൊരു അധ്യായമാണ്. വളരെ അധികം പാഠങ്ങൾ നമുക്ക് പഠിക്കാനുള്ള ഒരു അധ്യായമാണ് മർക്കോസിൻ്റെ സുവിശേഷം 14ാം അധ്യായം. അപ്പോൾ ഈ 14 തുടങ്ങി 16 വരെയുള്ള അധ്യായങ്ങൾ പറയുന്നത് കഷ്ടാനുഭവ വിവരണം എന്നാണ് പറയുന്നത്. തലക്കെട്ടോടുകൂടിയാണ് അറിയപ്പെടുന്നത്. കാരണം യേശുവിൻ്റെ പീഡനകളൊക്കെയാണ്, യേശു അനുഭവിച്ച പീഡാനുഭവങ്ങളെക്കുറിച്ചാണത് വിവരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ സാൻഡ്വിച്ച് സ്റ്റോറീസ് എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനു മുമ്പ് 3-4 എണ്ണം പഠിച്ചായിരുന്നു. അതിൽ ഇന്ന് 5ഉം 6ഉം ഒരു 5ാമത്തെ സാൻഡ്വിച്ച് സ്റ്റോറി, 6ാമത്തെ സാൻഡ്വിച്ച് സ്റ്റോറിയും നമ്മൾ ഇന്ന് പഠിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കാൻ നമുക്ക് പാഠത്തിലേക്ക് കടക്കുവാനായിട്ട് പോവുകയാണ്. നമുക്ക് ആദ്യത്തെ പാഠം കഷ്ടാനുഭവത്തിൻ്റെ തുടക്കം ഒരു മറക്കുവാനാവാത്ത സംഭവത്തോടു കൂടിയാണ്. ഒന്നല്ല, 2 സംഭവങ്ങൾ, മറക്കുവാനാവാത്ത 2 സംഭവങ്ങൾ. അതാണ് സാൻഡ്വിച്ച് സ്റ്റോറി എന്ന് പറഞ്ഞ് അതിൽ 5ാമത്തെ സാൻഡ്വിച്ച് സ്റ്റോറി. ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിലുള്ള സാൻഡ്വിച്ച് സ്റ്റോറിയിൽ 5ാമത്തത് ഇന്ന് നമ്മൾ പഠിക്കാം. ഞായറാഴ്ചത്തെ പാഠത്തിലാണുള്ളത്. അത് സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ ഒരു സംഭവത്തിൻ്റെ മധ്യത്തിൽ വേറൊരു സംഭവം കടന്നു വരുന്നു. ഒരു സംഭവത്തിൻ്റെ തുടക്കം കുറച്ച് ഭാഗം കഴിയുമ്പോഴേക്കും വേറൊരു സംഭവം അതിൻ്റെ ഇടയിൽ വരുന്നു. അത് തീർന്നു കഴിഞ്ഞിട്ട് ആദ്യം തുടങ്ങിയ സംഭവത്തിൻ്റെ ബാക്കി ഭാഗം ഉണ്ടാകുന്നു. അങ്ങനെയാണ് അതൊരു സാൻഡ്വിച്ച് എന്ന് പറയുന്നത്. 2 ബ്രെഡിൻ്റെ ഇടയിൽ പലതും വെച്ച് കഴിക്കുന്നതിനെയാണ് സാൻഡ്വിച്ച് എന്ന് പറയുന്നത്. അതുപോലെ ഉള്ള ഒരു സംഗതിയാണിത്. ഓക്കെ, അപ്പം നമുക്ക് അതെന്താണെന്ന് നോക്കാം. ആ മറക്കുവാനാവാത്ത സംഭവം, അത് മർക്കോസിൻ്റെ സുവിശേഷം 14ാം അധ്യായം 1 തുടങ്ങി 11 വരെയുള്ള വാക്യങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
2 ദിവസം കഴിഞ്ഞിട്ട് പെസഹായുടെയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെയും ഉത്സവമായിരുന്നു. അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ ഉപായത്തിൽ പിടിച്ചു കൊല്ലേണ്ടതെങ്ങനെയെന്ന് അന്വേഷിച്ചു. ജനത്തിൽ കലഹം ഉണ്ടാകാതിരിക്കാൻ ഉത്സവത്തിൽ അരുത് എന്ന് അവർ പറഞ്ഞു. അവൻ ബഥാന്യയിൽ കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിൽ ഒഴിച്ചു. അവിടെ ചിലർ, തൈലത്തിൻ്റെ ഈ വെറും ചെലവ് എന്തിന്? ഇത് 300-ൽ അധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാൻ കഴിയുമായിരുന്നുവല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട അവളെ ഭത്സിച്ചു. എന്നാൽ യേശു, അവളെ വിടുവിൻ, അവളെ അസഹ്യപ്പെടുത്തുന്നതെന്ത്? അവൾ എന്നിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. അപ്പോൾ ഇത് തുടങ്ങുമ്പോൾ പറയുന്നത് ആരാണ്? മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാരും എല്ലാം കൂടെ ഒരു ഗൂഢാലോചന നടത്തുന്ന കാര്യമാണ് അതിൽ പറയുന്നത്. ആ ആലോചന നടത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു സ്ത്രീയുടെ കാര്യം, സ്ത്രീ വന്ന് യേശുവിനെ അഭിഷേകം ചെയ്യുന്ന കാര്യമാണ്. അതാണ് സാൻഡ്വിച്ച് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ 11-ാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ വിജയകരമായ പ്രവേശനം അത് ഞായറാഴ്ചയാണ് സംഭവിച്ചത്. നമ്മൾ മറ്റ് സുവിശേഷങ്ങൾ നോക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലും എല്ലാം അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അത് പറയല്ല, അത് നമുക്ക് മനസ്സിലാകും. ഞായറാഴ്ചയായിരുന്നു അത്. ഞായറാഴ്ച കഴിഞ്ഞിട്ട് യേശു യെരുശലേമിൽ പ്രവേശിച്ചു. അത് കഴിഞ്ഞ് അന്ന് വീണ്ടും വൈകുന്നേരം ആയതുകൊണ്ട് തിരിച്ചുപോയി. പിറ്റേ ദിവസം തിങ്കളാഴ്ച വരുന്ന വഴി അത്തിയെ കണ്ടു, അതിനെ ശപിക്കുന്നത് കണ്ടു നമ്മൾ. അത് കഴിഞ്ഞ് ദൈവാലയ ശുദ്ധീകരണം നടത്തുന്നു. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ബഥാനിയയിലേക്ക് പോകുന്നു. പിറ്റേ ദിവസം ചൊവ്വാഴ്ച വീണ്ടും വരുന്നു. അപ്പോഴാണ് പുരോഹിതന്മാരും ശാസ്ത്രിമാരും യേശുവിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, നീ എന്ത് അധികാരത്തിലാണ് ഈ ദൈവാലയത്തിൽ ഇങ്ങനെ ശുദ്ധീകരണം നടത്തിയത്? അപ്പോൾ അത് ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൊരു സംഭവമാണിത്. 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹായുടെയും പുളിപ്പില്ലാത്ത, അപ്പോൾ ചൊവ്വാഴ്ച വൈകിട്ടായിരിക്കും ഇത് നടക്കുന്നത്. അപ്പോൾ ഇനി 2 ദിവസം കഴിയുമ്പോൾ ബുധൻ വ്യാഴം കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച പെസഹയാണ്. അത് കഴിഞ്ഞ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം. അത് രണ്ടും, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം എന്ന് പറഞ്ഞാൽ അത് ഒരു 7 ദിവസത്തെ ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതിൽ 1-ാമത്തെ ദിവസം പെസഹയായിട്ടാണ് വരുന്നത്. അങ്ങനെയാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ലേവ്യർ 23-ാം അധ്യായത്തിൽ എല്ലാ 7 ഉത്സവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. യഹൂദന്മാരുടെ 7 ഉത്സവങ്ങൾ. അതിൽ 1-ാമത്തേതായിരുന്നു പാസ്ഓവർ അല്ലെങ്കിൽ പെസഹ. 2-ാമത്തെ ദിവസമാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം. 3-ാമത്തെ ദിവസമാണ് ആദ്യഫലം. അത് 3-മാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്, 50 ദിവസം കഴിഞ്ഞിട്ടാണ് പെന്തക്കോസ് വരുന്നത്. പിന്നെ പെന്തക്കോസ് കഴിഞ്ഞിട്ട് പിന്നെ കാഹളത്തിൻ്റെ പെരുന്നാൾ, പിന്നെ കൂടാര പെരുന്നാൾ, പിന്നെ ഒന്നുകൂടിയുണ്ട്. 7 ഉത്സവങ്ങളാണ് യഹൂദന്മാർക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹായുടെയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെയും ഉത്സവമായിരുന്നു. അപ്പോഴാണ് ഇവർ കൂടി ആലോചിക്കുന്നത്. അവരുടെ ചിന്ത ഉപായത്തിൽ അവനെ പിടിച്ചു കൊല്ലണം. എങ്ങനെ? നേരിട്ട് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ് നേരിട്ട് ചെയ്യാൻ പാടില്ലാത്തത്? അത് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 11-12 വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ലാസറസിനെ ഉയർപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിനു മുമ്പേ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും യേശുവിനോട് അസൂയ ഉണ്ടായിരുന്നു. പക്ഷെ ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം അത് വർദ്ധിക്കുകയാണ് ചെയ്തത്. കാരണം ഒത്തിരി യഹൂദന്മാർ യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങി. അതവർക്ക് സഹിച്ചില്ല, പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും. അപ്പോഴേ അവർ പ്ലാൻ ചെയ്ത് ഇവനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നുള്ളത്. നമുക്കത് യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 47-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി നാം എന്ത് ചെയ്യേണ്ടു? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ. അവനെ ഇങ്ങനെ വിട്ടേച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. റോമാക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു കളയും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 11-ാം അധ്യായം 47-ലാണ്. 12-ാം അധ്യായം 10 ഇങ്ങനെ വായിക്കുന്നു, അവൻ ഹേതുവായി അനേകം യഹൂദന്മാർ ചെന്ന് യേശുവിൽ വിശ്വസിക്കുകയാൽ ലാസറയെയും കൊല്ലണം എന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു.
യേശു ഉയർപ്പിച്ച ലാസറേയും കൊല്ലണം എന്നവർ തീരുമാനിച്ചു. പിന്നെ 12-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ പരീശന്മാർ തമ്മിൽ നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവൻ്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. അപ്പം അവർക്ക് യേശുവിനോടുള്ള അസൂയയും യേശുവിൻ്റെ ആ ഖ്യാതി പ്രശസ്തി വർദ്ധിക്കുന്നതിലുള്ള അവരുടെ അസഹിഷ്ണുതയൊക്കെ നമുക്കിതിൽ കാണാം. അതിൽ നിന്നാണ് അവരിങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. അവനെ ഉപായത്താൽ പിടിച്ചു കൊല്ലേണ്ടത് എന്നെങ്ങനെ അവർ അന്വേഷിച്ചു. ജനത്തിൽ കലഹം ഉണ്ടാകാതിരിക്കാൻ ഉത്സവത്തിൽ അരുത് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഈ ഉത്സവ സമയത്ത് ഇത് വേണ്ട എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അവർക്ക് ഒരു പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്ന യേശുവിനെ എങ്ങനെയാണ് കൊല്ലേണ്ടത് എന്നൊക്കെ ഉള്ളത്. ഒരു കൂട്ടമായിട്ടുള്ള ഒരു ആക്രമണം നടത്തി അതിനിടയ്ക്കുള്ള കൂട്ടക്കൊല പോലെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ സാൻഡ്വിച്ച് സ്റ്റോറി, അതിനിടയ്ക്ക് വേറൊരു സ്റ്റോറി മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ ബഥാനിയയിൽ, ഈ ഒരാഴ്ചയും യേശു ക്രിസ്തു യെരുശലേമിൽ വരും, പിന്നെ ബഥാനിയയിൽ പോയായിരുന്നു വിശ്രമിച്ചിരുന്നത്. അങ്ങനെ ബഥാനിയയിൽ കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിൽ ഒഴിച്ചു. അവിടെ ചിലർ തൈലത്തിൻ്റെ ഈ വെറും ചെലവെന്തിന്, ഇത് 3 അധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രം. അപ്പം ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിൽ ഒഴിച്ചു എന്നാണ് പറയുന്നത്. സ്വച്ഛ ജഡമാംസി തൈലം, സ്പൈക്നാഡ് ഓയിൽ, അതാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അത് ഏകദേശം ഈ ഇന്ത്യയിലുള്ള ഹിമാലയൻ റീജിയൻസിലൊക്കെ കാണുന്ന ഒരു ഹെർബാണ്. ഹെർബിൽ നിന്ന് ഉണ്ടാക്കുന്ന ഓയിലാണ്, നല്ല മണം, സുഗന്ധ തൈലമാണത്. അപ്പോൾ ആ ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിൽ ഒഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ചില അത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മൊത്തം അങ്ങ് ഭരണി പൊട്ടിച്ചതാണോ എന്ന്. അങ്ങനെയല്ലെന്നാണ് തിയോളജിയൻസ് ചിലർ പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു കുപ്പിയുടെ സീൽ ചെയ്ത കുപ്പി, ആ സീല് പൊട്ടിക്കുമ്പോഴും അങ്ങനെ പറയാറുണ്ട്, അത് പൊട്ടിച്ച് ഒഴിച്ചു എന്നുള്ളത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അതോ മൊത്തം ഭരണി പൊട്ടിച്ചോ, അതൊന്നും അറിയത്തില്ല. ഇങ്ങനെ ആയിരിക്കാനാണ് വഴി. അതിൻ്റെ സീല് പൊട്ടിച്ചിട്ട് അത് മുഴുവനും യേശുവിൻ്റെ തലയിൽ ഒഴിച്ചു. അങ്ങനെ വളരെയധികം ഒരു സുഗന്ധം അവിടെ എല്ലാം പരന്നു. പക്ഷേ അവിടെ കൂടി വന്ന ആർക്കും അതൊരു നല്ലതായിട്ട് തോന്നിയില്ല. എല്ലാവരും അതിനെ വിമർശിക്കുകയാണ് ചെയ്തത്. ഒരു നല്ല ഒരു കാര്യമായിട്ട് അത് അവർക്ക് തോന്നിയില്ല. അവർ വിമർശിച്ചു. പക്ഷെ യേശുവിന് എങ്ങനെയാണ് തോന്നിയെന്ന് നോക്കാം. 6-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, ഇവളെ വിടുവിൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് അവൾ എന്നിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ബാക്കി ആർക്കും അത് നല്ലതാണെന്ന് തോന്നിയില്ല. പക്ഷെ യേശുവിന് അത് നല്ല പ്രവൃത്തി എന്നാണ് യേശു പറയുന്നത്. ബാക്കി എല്ലാവരും വിമർശിക്കുകയാണ് ചെയ്തത്. അവർ വിമർശിച്ചതെന്ന് ഇങ്ങനെ, ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ, 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നല്ലോ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ യേശുനാഥൻ പറഞ്ഞത്, ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കുണ്ടല്ലോ. നമ്മൾ ആവർത്തന പുസ്തകം 15-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്, ഒരിക്കലും ദരിദ്രന്മാർ ഇല്ലാതെ പോവുകയില്ല. അപ്പം എന്നും ഉണ്ടാകും. കാരണം മനുഷ്യരുടെ സ്വാർത്ഥത തന്നെ, സ്വാർത്ഥത ഉള്ളത് കൊണ്ടാണ് ഈ ഉച്ചനീചത്വങ്ങളൊക്കെ വരുന്നത്, ദരിദ്രൻ ധനവാൻ എന്നൊക്കെ ഉള്ളത്. അത് നീങ്ങിപ്പോകുന്ന കാലത്തെ ഈ ദാരിദ്ര്യവും ദരിദ്രരും ഒക്കെ ഈ ഭൂമിയിൽ നിന്ന് നീങ്ങിപ്പോകത്തുള്ളൂ. അതാണ് യഹോവ അന്ന് അവിടെ അരുളി ചെയ്ത്. അത് തന്നെയാണ് യേശു ഇവിടെ പറയുന്നത്, ദരിദ്രർ നിങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടല്ലോ, ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും, ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെയില്ല. അവൾ തന്നാൽ ആവത് ചെയ്തു കല്ലറയിലെ അടക്കത്തിനായി എൻ്റെ ദേഹത്തിന് മുൻപേ കൂട്ടി തൈലം ഒഴിച്ചു. സുവിശേഷൻ ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ അവൾ ചെയ്ത ആ പ്രവൃത്തി എന്ന് പറയുന്നത് നല്ല പ്രവൃത്തി എന്നാണ് യേശു പറഞ്ഞത്. അപ്പം നല്ല പ്രവൃത്തിയിൽ എപ്പോഴും എന്തുണ്ടാകും, കുറച്ച് ചെലവ് കൂടും. അത് ഒരു പ്രശ്നം അല്ല നല്ല പ്രവൃത്തിയാണെങ്കിൽ. അവൾ 300 വെള്ളിക്കാശ് എന്ന് പറയുമ്പോൾ ഒരാളുടെ 1 വർഷത്തെ കൂലി ആണ്, 1 വർഷത്തെ. കാരണം മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ വേലക്കാരെ വിളിച്ചിട്ട് പറയുന്ന 1 വെള്ളിക്കാശിനാണ് അവരോട് കൂലി പറഞ്ഞൊത്തത്. 1 ദിവസത്തെ കൂലി 1 വെള്ളിക്കാശ്. അപ്പോൾ 300 വെള്ളിക്കാശ് എന്ന് പറയുമ്പോൾ അവരുടെ യഹൂദന്മാരുടെ കണക്ക് പ്രകാരം 1 വർഷത്തേക്കുള്ള കൂലിയാണത്.
പക്ഷേ ഇവിടെ അവളുടെ സ്നേഹത്താൽ, യേശു ക്രിസ്തുവിനോടുള്ള അവളുടെ സ്നേഹത്താൽ, മാർക്കോസ് അത് ആരാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല, ഈ സ്ത്രീ ആരാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ചിലർ പറയുന്നുണ്ട് അത് മേരി മാഗ്ദലിനാണെന്ന്. അപ്പോൾ ദൈവം അവളോട് കാണിച്ച ആ പാപക്ഷമയ്ക്ക് അവൾ എത്രമാത്രം അവൾ കൊടുത്താലും മതിയാകത്തില്ല. അത്രമാത്രം അവൾക്ക് യേശുവിനോടുള്ള സ്നേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്രയും അധിക ചെലവ് അവൾ നടത്തിയത്. അതൊരിക്കലും കുഴപ്പമില്ല. അതേപോലെ നമ്മളുടെ സ്നേഹം സത്യമായിട്ടുള്ളതാണെങ്കിൽ അത് എപ്പോഴാണോ നമുക്ക് ചാൻസ് കിട്ടുന്നത് അത് നമ്മളതിന് പ്രതികരിച്ചിരിക്കണം. ആ സ്നേഹത്തിന് പകരമായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. നമുക്ക് എപ്പോഴാണോ ചാൻസ് കിട്ടുന്നത് ആ സമയത്ത്. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ ആത്മവിശ്വാസവും നമുക്കിവിടെ കാണാം. അവൾ കല്ലറയിൽ അടക്കത്തിനായി എൻ്റെ ദേഹത്തിന് മുമ്പ് കൂട്ടി തൈലം ഒഴിച്ചു. അപ്പോൾ യേശുനാഥൻ ഇതിനെല്ലാം റെഡിയായിട്ടിരിക്കുകയാണ്. അതിനു മുമ്പ് നമ്മൾ 8-ാം അധ്യായം, 9-ാം അധ്യായം, 10-ാം അധ്യായത്തിലും എല്ലാം യേശു അവരോട് പറയുന്നുണ്ട് തനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, യെരുശലേമിൽ ചെന്നിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു യേശുനാഥൻ. ഇപ്പം നമ്മുടെ പാഠപുസ്തകത്തിൽ ഈ 2 വ്യക്തികളെ കുറിച്ച്, കാരണം ഈ പറയുന്നത് യൂദാസ് ആണെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, യൂദാസ് ആണെന്ന്. അപ്പോൾ ഇവിടെ അവർ തമ്മിലുള്ള വ്യത്യാസം, യേശുവിനുള്ള അവളുടെ അത്ഭുതകരമായ സമ്മാനം തൻ്റെ യജമാനെ ഒറ്റിക്കൊടുത്തതിലുള്ള യൂദയുടെ വഞ്ചനയിൽ നിന്നും വ്യത്യസ്തമാണ്. അത് ഒത്തിരി വൈരുദ്ധ്യങ്ങൾ നമുക്ക് അവരുടെ 2 പേരുടെയും പ്രവൃത്തിയിൽ നിന്ന് കാണാം. യൂദയുടെ കാര്യം നമ്മൾ ഇനി പറയാൻ പോകുന്നതേ ഉള്ളൂ, എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. യൂദയെ നമുക്ക് കാണാം, ഇവിടെ ഈ സ്ത്രീയെയും കാണാം. അവൾ യേശുവിന് ചെയ്തത്, യൂദ യേശുവിനോട് ചെയ്യുന്നത് എന്താ, രണ്ടും തമ്മിൽ വളരെയധികം വ്യത്യാസമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതിലവളുടെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ യൂദയാണെന്ന്, 12 ശിഷ്യന്മാരിൽ ഒരാളായ യൂദയാണെന്ന് അവൻ്റെ നാമം അവിടെ പറയപ്പെടുന്നു. അത് പിന്നീടാണ് പറയപ്പെടുന്നു. അതേപോലെ പിന്നെ അവളുടെ സമ്മാനത്തിൻ്റെ മൂല്യം അവളുടെ എത്ര വിലയുള്ളതാണ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്, 300 വെള്ളിക്കാശ്. പക്ഷേ യൂദയുടെ വില പണത്തിൻ്റെ ഒരു വാഗ്ദത്തം മാത്രമാണ്. യൂദ മഹാപുരോഹിതന്മാരും ഒക്കെ കൂടി ആലോചിച്ച് ഒരു വാഗ്ദാനം അവന് കൊടുത്തു. എത്ര നിനക്ക് ഇവനെ ഒറ്റിക്കൊടുത്താൽ എത്ര കിട്ടും എന്നുള്ളത് അതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇനിയാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ അതാണ് അവിടെ കാണുന്നത്. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം കാണുന്നത്, സ്ത്രീയെ കുറിച്ചും യൂദയെക്കുറിച്ചുള്ള. അപ്പോൾ ആ നല്ല പ്രവൃത്തി ആയതുകൊണ്ടാണ് ഭൂലോകത്തിലൊക്കെയും സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം ഇവളുടെ ഈ കാര്യങ്ങളെല്ലാം പ്രസംഗിക്കപ്പെടുമെന്നും യേശു പറയുന്നത്. പിന്നെ 12 ഒരുത്തനായ ഇസ്കാരിയോത്താവായ യൂദ അവനെ മഹാപുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് അവരുടെ അടുക്കൽ ചെന്നു. അവർ അത് കേട്ട് സന്തോഷിച്ചു. അവന് പണം കൊടുക്കാം എന്ന് വാഗ്ദത്തം ചെയ്തു. അവനും അവനെ അങ്ങനെ കാണിച്ചു കൊടുക്കാമെന്ന് തക്കം അന്വേഷിച്ചു വന്നു. അപ്പോൾ യൂദ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു വലിയ കടുംകൈ ചെയ്തത്? അതിൽ കുറേ കാരണങ്ങളുണ്ടാകും. ഒന്നാമത് ആ സ്ത്രീ അത് ചെയ്തപ്പോൾ തന്നെ യൂദ പറഞ്ഞ കാര്യം ഓർക്കുക. യൂദ പണത്തിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ആ ഒരു പ്രവൃത്തി അതൊരു നന്മയാണെന്ന് അവർക്ക് ആർക്കും കാണാനായിട്ട് കഴിഞ്ഞില്ല, പ്രത്യേകിച്ച് യൂദയ്ക്ക്. യൂദ അതിലുള്ള പാഴ്ചെലവായിട്ടാണ് യൂദ അതിനെ കണ്ടത്. അപ്പം അവനിലൊരു ഭയങ്കര അതിമോഹം അല്ലെങ്കിൽ അത്യാഗ്രഹം അവനിലുണ്ടായിരുന്നു. അതുപോലെ അവനിൽ അസൂയ ഉണ്ടായിരുന്നു, മറ്റ് ശിഷ്യന്മാരോടും എല്ലാവരോടുള്ള അസൂയ പ്രത്യേകിച്ച്. പിന്നെ അതുപോലെ അവന് ഭയങ്കര അംബീഷനായിരുന്നു, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ. ഇനി യേശു ഒരു പുതിയ രാജ്യം സ്ഥാപിക്കുമ്പോഴും അവന് അങ്ങനെ ഒരു പൈസയുടെയൊക്കെ സൂക്ഷിപ്പുകാരനായിട്ടൊക്കെ ഇരിക്കാം എന്നുള്ളൊരാഗ്രഹം യൂദാസിനുണ്ടായിരുന്നു. അപ്പോൾ പല തിയോളജിയൻസ് പറയുന്നത് യൂദ ഒരിക്കലും യേശു മരിക്കണമെന്ന് ആഗ്രഹിച്ചില്ല. യൂദ വിചാരിച്ചിരുന്നത് യേശുവിനെ ഒറ്റിക്കൊടുത്തു കഴിഞ്ഞാലും അവർ പിടിക്കാൻ ചെല്ലുമ്പോൾ യേശു തൻ്റെ ആളുകളുമായിട്ട്, തൻ്റെ ശിഷ്യന്മാരുമായിട്ട് അവരോട് എതിരിടും. ഈ എതിർക്കാൻ വന്നവരോട് എതിരിടും. അങ്ങനെ യേശു വിജയിക്കും, അങ്ങനെ യേശു രാജ്യം സ്ഥാപിക്കും എന്നുള്ള ചിന്തയാണ് യൂദയ്ക്കുണ്ടായിരുന്നത്. അതാണ്
യൂത വാണ്ടഡ് ജീസസ് ടു ബി വാട്ട് ഹി വാണ്ടഡ് ടു ബി ആൻഡ് നോട്ട് ജീസസ് വാണ്ടഡ് ടു ബി. യേശു എന്താകണം എന്ന് ആഗ്രഹിച്ചു, ഈ ഭൂമിയിൽ എന്തിനാണ് വന്നതെന്ന് ആഗ്രഹിച്ചു, അതല്ല യൂത ആഗ്രഹിച്ചത്. യൂത ആഗ്രഹിച്ചതുപോലെ യേശു ആകണം എന്നാണ് അവൻ വിചാരിച്ചത്. യേശു ഒരു രാജാവായിട്ട് വരണം, ഈ പരീശന്മാരുടെയൊക്കെ കൂട്ടാളികളെല്ലാം തോൽപ്പിച്ച് രാജാവാകും എന്നുള്ള പ്രതീക്ഷയിലാണ് യൂത അത് ചെയ്തത്. പക്ഷേ അതിൻ്റെ ഫലം ഇങ്ങനെയായിപ്പോൾ അവനത് യേശുവിൻ്റെ ആ ദൗത്യം അവന് ഗ്രഹിക്കാൻ അപ്പോഴും സാധിച്ചിട്ടില്ല. അതാണ് പിന്നീട് ഭാഗത്ത് പറയുന്ന യേശു അവൻ അനുദപിച്ച് അവന് കിട്ടിയ പ്രതിഫലം അവൻ തിരിച്ച് അവിടെ കൊണ്ടുപോയി അവർക്ക് എറിഞ്ഞു കൊടുത്തു എന്ന് പറയുന്നത്. ലൂക്കോസിൻ്റെയും യോഹന്നാൻ്റെയും സുവിശേഷത്തിൽ പറയുന്നത് സാത്താൻ അവൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഡെവിൾ എൻറ്റേർഡ് ഇൻ ടു ജൂഡാസ്, യൂദാസിൽ സാത്താൻ പ്രവർത്തിച്ചു എന്ന്. കാരണം അവൻ്റെ ഹൃദയം സെൽഫിഷ്നെസ് കൊണ്ട് നിറയും, സ്വാർത്ഥം. അതാണ് സാത്താൻ്റെ ഏറ്റവും വലിയ ലക്ഷണം. നമ്മൾ സാത്താൻ്റെ കീഴിലാണെന്നുള്ളതിൻ്റെ ലക്ഷണമാണ് സെൽഫിഷ്നെസ്. അത് വളർന്ന് വളർന്ന് അവൻ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയാതെ അവൻ എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ നടക്കണം എന്നാണ് അവൻ വിചാരിച്ചത്. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് യൂദയുടെ ഒറ്റിക്കൊടുപ്പും മറക്കാൻ കഴിയാത്ത, എന്നാൽ അവൻ്റെ ആന്തരോദ്ദേശം അത്യാഗ്രഹമായിരുന്നു എന്നും മർക്കോസ് സൂചിപ്പിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത്യാഗ്രഹം, അസൂയ, പിന്നെ ആഗ്രഹം, വീണ്ടും സ്ഥാനമോഹം, ഇതൊക്കെ അവനിലുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ സദ്വർത്തമാനത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എപ്പോഴും ആ സ്ത്രീ ചെയ്ത പ്രവർത്തനം ഉണ്ടാകും. നമുക്ക് രക്ഷ നൽകിയ, നമ്മളെ പാപത്തിൻ്റെ ആ വലിയ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച യേശുവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും നമ്മൾ റെഡിയായിരിക്കണം. അത് ഒരിക്കലും നമുക്കതൊരു പാഴ്ചെലവ് ആകത്തില്ല. അത് ആ സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, ദൈവം എല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം കാണുന്നത് അന്ത്യ അത്താഴം. എല്ലാവർക്കും അറിയാം ലോർഡ് സപ്പർ എന്ന് പറയുന്ന അന്ത്യ അത്താഴ സമയത്ത് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്. പെസഹ അത്താഴം, അത് മർക്കോസ് 14:22 തുടങ്ങി 31 വരെയാണ്. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടപ്പോൾ, ഇത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം നാൾ ആയിരുന്നു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടപ്പോൾ എന്ന് മാർക്കോസ് 14:12 സൂചിപ്പിക്കുന്നു. പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ആ ഉത്സവത്തിൻ്റെ 1-ാം ദിവസം പെസഹയാണ്. ഭക്ഷണം വ്യാഴാഴ്ച വൈകുന്നേരമായിരുന്നു. ശരിക്കും ഒരു പെസഹ എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് നടക്കേണ്ടത്. കാരണം പുറപ്പാട് 12 പറയുന്നത് പോലെ വെള്ളിയാഴ്ച അല്ലെങ്കിൽ അവർ പുറപ്പെട്ടു പോന്ന ആ ദിവസം വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച അവിടെ പെസഹ യാഗം നടക്കുന്ന അതേ സമയം 3 മണിക്ക്, ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് യേശുക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നത്. വെള്ളിയാഴ്ചയാണ് പെസഹ. പക്ഷേ യേശു അന്ന് ശിഷ്യന്മാരുമായിട്ട് ആ പെസഹ ഭക്ഷണം നേരത്തെ കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം പിറ്റേ ദിവസം താൻ ഈ പെസഹ അത്താഴം കഴിക്കുന്നതിന് മുമ്പ് താൻ മരണപ്പെടും, അല്ലെങ്കിൽ ആ കഴിക്കേണ്ട സമയത്ത് തന്നെ മരണം നടക്കുന്നത് എന്ന് യേശുവിന് അറിയായിരുന്നു. അതുകൊണ്ട് നേരത്തെ അത് കഴിച്ചു എന്നാണ് പല സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് തിയോളജിയൻസ് പറയുന്നത്. ഭക്ഷണം വ്യാഴാഴ്ച വൈകുന്നേരം അവർ കഴിച്ചു. അങ്ങനെ അന്ത്യയാത്രയിൽ യേശു ആ അന്ത്യ അത്താഴത്തിൽ, അവിടെ നമ്മളിപ്പോൾ ഈ പാഠത്തിൽ പ്രത്യേകിച്ച് പഠിക്കുന്നത് അന്ന് അവിടെ ശരിക്കും യേശു ആ ഒരു അന്ത്യ അത്താഴം സമയത്ത് എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയാണ് ചെയ്തത്. അത് ഒരു പുതിയ സ്മാരക ശുശ്രൂഷ എന്നാണ് ഇതിൽ കാണുന്നത്, അല്ലെങ്കിൽ യേശുവിൻ്റെ ഒരു പുതിയ ഉടമ്പടി. നമുക്കറിയാം, വചനം പല സ്ഥലങ്ങളിൽ വായിക്കുമ്പോൾ പഴയ നിയമം പുതിയ നിയമം എന്ന് പറയുന്നുണ്ട്. ശരിക്കും അത് പഴയ നിയമം എന്നല്ല പറയുന്നത്, പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടി. പഴയ ഉടമ്പടിക്ക് ചില കുഴപ്പങ്ങളുണ്ടായിരുന്നു. അത് ഉടമ്പടിയുടെ കുഴപ്പം എന്ന് പറയാനും പറ്റത്തില്ല, അത് അനുസരിക്കാൻ പറ്റാതിരുന്ന ആ ഉടമ്പടി നമുക്ക് എവിടെയാണെന്ന് നോക്കാം. പുറപ്പാട് പുസ്തകത്തിലാണ് നമ്മൾ ആ ഉടമ്പടി കാണുന്നത്. പുറപ്പാട് പുസ്തകം ദൈവം ഇസ്രായേൽ ജനങ്ങളുമായിട്ട് ചെയ്ത പഴയ ഉടമ്പടി. അതാണ് ആ ജനത്തോട്, ഒരു ജനവുമായിട്ട് ദൈവം ചെയ്ത ഉടമ്പടി. അതിനു മുമ്പ് വേറെ പല ഉടമ്പടികളും ദൈവം
ഓരോ വ്യക്തികളുമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ജനത്തോട് ദൈവം ചെയ്ത ഉടമ്പടി പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 4, 5, 6 നമുക്ക് കാണാവുന്നത്. ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചെറിയിൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയത് നിങ്ങൾ കണ്ടുവല്ലോ. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു. അപ്പോൾ ഇതാണ് ആദ്യം ഇസ്രായേൽ മക്കളുമായിട്ട് ഒരു ജാതി എന്ന നിലയിൽ ദൈവം അവരോട് ചെയ്ത ഉടമ്പടി. അത് കൽപ്പന കൊടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് ആ ഉടമ്പടി ആദ്യം ചെയ്തത്. നിങ്ങൾ ഇതെല്ലാം അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ എനിക്കൊരു പ്രത്യേക സമ്പത്തായിരിക്കും. നിങ്ങൾ സകല ജാതികളിലും വെച്ച് ഏറ്റവും വിശുദ്ധമായ ജാതി, ജ്ഞാനമുള്ള ജാതി എന്നെല്ലാം നിങ്ങൾ അറിയപ്പെടും എന്നാണ് യഹോവ എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് 20-ാം അധ്യായത്തിൽ എല്ലാ കൽപ്പനകൾ കൊടുക്കുന്നതും. പിന്നെ 21 തുടങ്ങി 22, 23, 24 വരെയും വേറെ വേറെ ചില നിയമങ്ങൾ കൊടുക്കുന്നുണ്ട്. 10 കൽപ്പന അല്ലാത്ത ചില നിയമങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. 24-ാം അധ്യായത്തിൽ എന്നിട്ട് ഈ കൽപ്പനകൾ, ഈ ഉടമ്പടി ദൈവം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഉറപ്പിച്ചത് 24-ാം അധ്യായം 7, 8 വാക്യങ്ങൾ. അവൻ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്കെ വായിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെ ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ മോശെ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചു. ഈ സകല വചനങ്ങൾ ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അവിടെ ഒരു മൃഗത്തെ യാഗം കഴിച്ചിട്ട് ആ രക്തത്തിൽ പകുതി എടുത്ത് പാത്രങ്ങളിൽ ഒഴിച്ചിട്ട് എന്താ ചെയ്തത്? എല്ലാ ജനത്തിൻ്റെ മേലും രക്തം തളിക്കുകയാണ് ചെയ്യുക. ഇതാണ് ഈ നിയമത്തിൻ്റെ ഉടമ്പടി. ആദ്യത്തെ നിയമത്തിൻ്റെ അല്ലെങ്കിൽ പഴയ നിയമത്തിൻ്റെ അത് ഉറപ്പിച്ചത് ആ രക്തം തളിച്ചിട്ടാണ് ഉറപ്പിച്ചത്. പക്ഷേ ആ നിയമത്തിൽ അവർക്ക് നിലനിൽക്കാൻ കഴിഞ്ഞില്ല. അത് ജനത്തിൻ്റെ ബലഹീനതയാണ് എന്ന് നമുക്ക് പറയാം. കാരണം റോമർ 8:3 പറയുന്നുണ്ട്, ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിന് സാധിക്കുവാനായിട്ടാണ് യേശുക്രിസ്തു വന്നത്. അപ്പോൾ ജഡീക ചിന്ത അവരിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അവർക്ക് ദൈവത്തിൻ്റെ, കാരണം റോമർ 8:7 പറയുന്നത് ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴടങ്ങുന്നില്ല, കീഴടങ്ങുവാൻ അതിന് കഴിയുകയുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ജനങ്ങൾക്കത് നിലനിൽക്കാൻ പറ്റാതിരുന്നത്, കൽപ്പനകൾ അനുസരിക്കാൻ പറ്റാതിരുന്നത്. അപ്പം ദൈവം പക്ഷേ ദൈവത്തിന് നേരത്തെ അറിയാമായിരുന്നു ഇത്. എന്നാലും അത് കൊടുത്തതിനെല്ലാം ചില കാരണങ്ങളുണ്ട്. അത് എല്ലാം ഇപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് സാധിക്കത്തില്ല എന്തുകൊണ്ടാണ് ഇത് നൽകിയതെന്ന്. പക്ഷെ ദൈവം ഒരു പുതിയ ഉടമ്പടി അന്നേ തീരുമാനിച്ചു. അത് എബ്രായ ലേഖനത്തിൽ റിപ്പീറ്റ് ചെയ്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടെങ്കിലും യെരമ്യാവിനോടാണ് ആദ്യം അത് അരുളി ചെയ്തത്. ഞാൻ പുതിയൊരു ഉടമ്പടി ചെയ്യാൻ പോവാണ് എന്ന് യെരമ്യാവിൻ്റെ അടുത്ത് പറയുന്നത് നമുക്ക് അറിയാം. എല്ലാവരും വായിച്ചിട്ടുണ്ടാകും. യെരമ്യാവ് 31-ന്റെ 31, 32, 33 വാക്യങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. പുതിയൊരു ഉടമ്പടി ഞാൻ അവരുമായിട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ട് അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇതാണ് പുതിയ ഉടമ്പടി. അതിൻ്റെ ബാക്കിയെല്ലാം ഒത്തിരി വായിക്കാനും നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. അത് എങ്ങനെയാണ് ന്യായപ്രമാണം നമ്മുടെ ഉള്ളിൽ എഴുതുന്നതെന്ന് അതിൽ വിവരിച്ചിട്ടില്ല. എങ്ങനെയായിരിക്കും എഴുതുന്നത്? ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കുന്നത് നമ്മൾ കാണാതെ പഠിച്ചതുകൊണ്ട് അങ്ങനെ ഉള്ളിലാകത്തില്ല. ദൈവം എസെക്കിയേൽ പ്രവാചകനിലൂടെ കുറച്ചുകൂടി അത് വിവരിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണ് ന്യായപ്രമാണം ഉള്ളിലാക്കുന്നതെന്ന്. എസെക്കിയേൽ 36:27 ഇങ്ങനെ വായിക്കുന്നു: ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങൾ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. യേശുനാഥൻ്റെ ആത്മാവിനെയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ തന്നതെന്ന് ഗലാത്യർ 4:6 വായിക്കുന്നു. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വന്തം പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നു.
അങ്ങനെയാണ് നമ്മൾ ആ ചട്ടങ്ങളിൽ നടക്കുന്നത്. ആ ഹൃദയങ്ങളെ ആത്മാവിനെ തരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ മനസ്സ്, യേശുവിൻ്റെ മനസ്സായിരിക്കും പിന്നെ നമുക്കുണ്ടാകുന്നത്. ആ മനസ്സോടുകൂടി നമ്മൾ യോജിക്കുമ്പോൾ നമുക്ക് ആ കൽപ്പനകൾ അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതാണ് പുതിയ ഉടമ്പടി. അത് യേശു അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്തത്, അത് ഉറപ്പിക്കുകയാണ് ചെയ്തത് ഈ അവസാനത്തെ അത്താഴത്തിൻ്റെ സമയത്ത്. അതാണ് നമ്മൾ വായിക്കുന്നത്. പുറപ്പാട് 24 വായിച്ചത്, യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ രക്തം ഇതാ എന്ന് പറഞ്ഞ് എല്ലാവർക്കും തളിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ അത്താഴ സമയത്ത് യേശു പാനപാത്രം എടുത്ത്, മാർക്കോസ് 14:24 നമുക്ക് വായിക്കാം. മാർക്കോസ് 14:24 പാനപാത്രം എടുത്ത്, ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായ നിയമത്തിനുള്ള എൻ്റെ രക്തം എന്ന് പറഞ്ഞു. എന്നിട്ട് അവർക്കത് കുടിക്കാൻ കൊടുത്തു. മുന്തിരിവള്ളിയിൽ നിന്നുള്ള മുന്തിരിയുടെ ജ്യൂസാണ്, ഇതെൻ്റെ രക്തം, ഇത് നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ എന്ന് മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ ഇതിലും പറയുന്നു. ലൂക്കോസിലാണ് അത് കുറച്ചും കൂടി നല്ല കറക്റ്റായിട്ടുള്ള ഒരു മീനിങ് അതിൽ വരുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 22:20 അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. യേശുവിൻ്റെ രക്തത്തിലാണ് പുതിയ നിയമം. യേശുവിൻ്റെ ജീവനാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ആത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന യേശുവിൻ്റെ ജീവനാണ്. ആ ജീവനാണ് പുതിയ നിയമം എന്ന് പറയും, പുതിയ ഉടമ്പടി. ഞാൻ നിങ്ങളെ എൻ്റെ ജനമായിട്ട് തിരഞ്ഞെടുക്കുന്ന ആ യേശുവിൽ വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുന്നവരാണ് ദൈവം മക്കളാകാനായിട്ട് ദൈവം അധികാരം കൊടുക്കുന്നത്. അപ്പോൾ അതാണ് പുതിയ ഉടമ്പടി. അത് ഉറപ്പിക്കുകയാണ് ചെയ്തത്. അത് ഉറപ്പിച്ചതെങ്ങനെ? നിങ്ങളിത് പാനം ചെയ്യുമെന്ന് പറഞ്ഞു. അവരുടെ ദേഹത്ത് തളിക്കുകയല്ല ചെയ്യുന്നത്, ആ വീഞ്ഞെടുത്ത് തളിക്കുകയല്ല ചെയ്ത്, നിങ്ങൾ കുടിക്കാനാണ് പറഞ്ഞു. ദാറ്റ് മീൻസ് നമ്മൾ ആ ജീവനെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ യേശുവിനെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവനിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് പുതിയ ഉടമ്പടി ഉറപ്പിക്കുന്നത്. അതാണ് അന്ത്യത്താഴ സമയത്ത് കണ്ടത്. അത് കഴിഞ്ഞ് അവിടെ ആ അധ്യായത്തിൽ നമ്മൾ വായിക്കാനുള്ളത് മാർക്കോസിൻ്റെ 14 ബാക്കി ഭാഗം ഇങ്ങനെ പറയുന്നു. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവ് മലയ്ക്ക് പോയി. യേശു അവരോട്, നിങ്ങളെല്ലാവരും ഇടറിപ്പോവും, ഞാൻ ഇടയനെ വിട്ടും ആടുകൾ ചിതറിപ്പോവും എന്ന് എഴുതിയിരിക്കുന്ന സഖറിയ പ്രവചനം 13-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ്. അത് അവിടെ യേശു ആ പ്രവചനം ഒരിക്കൽ കൂടി പറയുകയാണ്. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകും എന്ന് പറഞ്ഞു അവരുടെ അടുത്ത്. അപ്പോൾ ഈ 2 പ്രവചനം, ഒന്ന് സഖറിയ പറഞ്ഞ പ്രവചനം അവിടെ യേശു നിവർത്തിക്കുകയാണ്. ഞാൻ ഇടയനെ വിട്ടും ആടുകൾ ചിതറിപ്പോവും. നല്ല ഇടയനായ യേശു അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം ഗലീലയിലേക്ക് പോകും, അപ്പോൾ എല്ലാ ആടുകളും ചിതറിപ്പോകും എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, പത്രോസ്, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇടറുകയില്ല. അതാണ് നമുക്ക് എല്ലാവർക്കും വരുന്ന ഏറ്റവും വലിയ കുഴപ്പം. എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ എന്നുള്ള ആ ഒരു വലിയ ഞാനാണ് അവിടെ കിടക്കുന്നത്. അതാണ് എല്ലാത്തിലും പ്രശ്നം. ഞാൻ പത്രോസ് ഇത് വലിയ അഹങ്കാരത്തോടെ പറഞ്ഞല്ലായിരിക്കും, പക്ഷെ ഒരു ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പത്രോസിന്. ഞാൻ എന്തായാലും തെറ്റിപ്പോകത്തില്ല, എന്തായാലും ഞാൻ യേശുവിനെ വിട്ട് എങ്ങും പോകത്തില്ല എന്നൊക്കെ. അപ്പം യേശു എന്താ പറയുന്നത്, ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി 2 വട്ടം കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളി പറയുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവനോ, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയില്ലെന്ന് അധികമായി പറഞ്ഞു. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു. അപ്പോൾ ഇതാണ് ആ ഞാൻ എന്നുള്ള ഒരു ഭാവം. ഇത് എല്ലാ മനുഷ്യരിലും ഉള്ളതാണ്. കാരണം നമ്മുടെ മനസ്സിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതാണ് യെരമ്യാ 17:9 പറയുന്നത്, ഹൃദയം ഏറ്റവും കഠിനവും വിഷമവുമുള്ളത് എന്നാണ് യെരമ്യാ 17:9 പറയുന്നത്. നമുക്കിത് ശലോമോൻ രാജാവിലും കാണാം. ശലോമോൻ രാജാവും ദൈവം പറഞ്ഞിരുന്നു, നിങ്ങൾ അന്യജാതികളെയൊന്നും ഭാര്യമാരായി സ്വീകരിക്കരുതെന്നൊക്കെ. പക്ഷെ ശലോമോൻ തൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിച്ചിരുന്നു.
ഞാൻ അവരെയൊക്കെ വിവാഹം കഴിച്ചാലും ഞാൻ എൻ്റെ ദൈവത്തെ വിട്ട് വേറെ എങ്ങും പോകത്തില്ല, എൻ്റെ മനസ്സെപ്പോഴും ദൈവത്തോടൊരു ഏകാഗ്രമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും അവസാനം ഈ എല്ലാ ഭാര്യമാരുടെ ദേവന്മാരുടെ മുമ്പിൽ പോയി വണങ്ങി നമസ്കരിക്കേണ്ടി വന്നു ശലോമോന്. അതാണ് യെരമ്യാ 17:9 ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആര്? നമ്മുടെ ഹൃദയം നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ എപ്പം മാറിപ്പോകുമെന്ന് നമുക്ക് പറയാനേ പറ്റത്തില്ല. ഒരിക്കലും നമ്മൾ നമ്മുടെ ഹൃദയത്തെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ മനസ്സിനെ നമ്മൾ ആശ്രയിക്കരുത്. യേശുവിൽ ആശ്രയിക്കുക. ദൈവം നീ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് നിന്നോട് കൂടെ എപ്പോഴും ചേർന്ന് ജീവിക്കാനായിട്ട് സാധിക്കും എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഏത് വിധത്തിലായാലും നിങ്ങളൊരു കാര്യം ചെയ്യുമെന്നോ ചെയ്യുകയില്ലെന്നോ ദൈവത്തോട് വാഗ്ദത്തം ചെയ്യുകയും അത് ചെയ്യുന്നതിലോ ചെയ്യാതിരിക്കുന്നതിലോ അവസാനിക്കുന്നതിൽ നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ കഴിയും? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കും. ഞാനത് ചെയ്യും, ഞാനിത് ചെയ്യും എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും തീരുമാനിക്കുന്നത്. പക്ഷെ അതൊന്നും നമുക്ക് നിവർത്തിക്കാനായിട്ട് സാധിക്കത്തില്ല. നമ്മളെപ്പോഴും ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തെ പോലും നമ്മൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം ഗത്ശമന. യേശുക്രിസ്തു ഗത്ശമനയിലേക്ക് കടക്കാൻ അവർ പെസഹ കഴിച്ച കോട്ട കെട്ടിയ യെരൂശലേം നഗരം വിട്ട് യേശുവും ശിഷ്യന്മാരും കെദ്രോൻ താഴ്വരയിലൂടെ ഒലിവുമലയുടെ ചരിവിലുള്ള ഒരു പൂന്തോട്ടത്തിലേക്ക് എത്തി. ഗത്ശമന എന്ന് പറഞ്ഞാൽ എണ്ണ എടുക്കുന്ന ഒരു യന്ത്രം എന്നാണ് അർത്ഥം. അതായത് സമീപത്ത് ഒലിവെണ്ണ എടുക്കുന്ന ഒരു യന്ത്രം ഉണ്ടായിരുന്നു. റോമർ AD 70 നിരോധന കാലത്ത് റോമക്കാർ ഒലിവുമലയിലെ എല്ലാ വൃക്ഷങ്ങളും വെട്ടിക്കളഞ്ഞുകൊണ്ട് കൃത്യമായ സ്ഥാനം അറിയപ്പെടാതിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ അർത്ഥം. നമ്മളിപ്പോൾ അത്ര കാര്യമായിട്ട് ഗ്രഹിക്കണമെന്നില്ല, എന്നാലും അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഗത്ശമന തോട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നമുക്കറിയാം, ശിഷ്യന്മാരെല്ലാവരും കൂടി അത്താഴം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങ് പോവുകയാണ്. പക്ഷെ തോട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ യേശു ശിഷ്യന്മാരെ അവിടെ വിട്ടിട്ട് 3 പേരെ മാത്രം. നമ്മളറിയാം മറുരൂപമലയിൽ പോയപ്പോൾ അവരെ 3 പേരെയാണ്, പത്രോസ്, യാക്കോബ്, യോഹന്ന. അവരെ 3 പേരെയും കൊണ്ട് കുറച്ചുകൂടി അകത്തേക്ക് പോയി, തോട്ടത്തിൻ്റെ അകത്തേക്ക് പോയി. ഈ 3 പേരെയും വിട്ട് വീണ്ടും താൻ അകലെ മാറി. വരുവാനിരിക്കുന്ന കഷ്ടപ്പാടുകളെ അഭിമുഖീകരിക്കാൻ യേശു കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുകയും ഏകനാകുകയും ചെയ്യുന്നതായി ഈ സ്ഥലപരമായ അകലം സൂചിപ്പിക്കുന്നു. അപ്പോൾ യേശുവിനറിയാം, എനിക്കിനി വരാൻ പോകുന്ന അധികം സമയമില്ല, അതുകൊണ്ട് ഇവരൊന്നും എൻ്റെ കൂടെ നിൽക്കില്ല എന്ന് യേശുവിനറിയാമായിരുന്നു. അതല്ലേ പത്രോസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു, നീ എന്നെ തള്ളി പറയുന്നുള്ള കാര്യം. എന്നാലും അങ്ങനെയാണ് അവർ എല്ലാവരിൽ നിന്നും യേശു ഏകനായിട്ട് വിട്ട് പോവുകയാണ്. തൻ്റെ പിതാവുമായിട്ടുള്ള ഒരു ബന്ധം മാത്രമാണ് യേശു അപ്പം ആഗ്രഹിച്ചിരുന്നത്. എന്നാലും അവരെ കൂടെ കൂട്ടി. കഷ്ടതയുടെ പാനപാത്രം മാറി കിട്ടുന്നതിന് യേശു പ്രാർത്ഥിച്ചു. എന്നാൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ മാത്രം. അബ്ബാ എന്ന അരാമ്യ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്. അതിന് പിതാവ് വളരെ സ്നേഹത്തോടുകൂടി അല്ലെങ്കിൽ കംപ്ലീറ്റ് ആശ്രയം വയ്ക്കുന്ന ഒരു വാക്കാണത്. പിതാവേ എന്ന്, അബ്ബാ പിതാവേ. 36 എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കും, ഇവിടെ പാർത്തുണർന്നിരിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അല്പം മുന്നോട്ട് എന്ന് നിലത്ത് വീണ് കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങി പോകണം എന്ന് പ്രാർത്ഥിച്ചു. അബ്ബാ പിതാവേ, നിനക്കെല്ലാം കഴിയും. ഇതാണ് നമ്മുടെ മനപ്പാഠവാക്യം. ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്നത് എത്ര ആകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പാനപാത്രം എന്ന് പറയുന്നത്, നമ്മൾ ബൈബിൾ മൊത്തം നോക്കുമ്പോൾ 2 പാനപാത്രത്തെക്കുറിച്ച് കാണാം. ഒന്ന് ദാവീദ് എൻ്റെ സങ്കീർത്തനം പറയുന്നുണ്ട്, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് എൻ്റെ ദൈവത്തിനെ സ്തുതിക്കുന്നു. പിന്നെ യേശുക്രിസ്തു പറയുന്ന പാനപാത്രം ഇതാണ്. ഈ പാനപാത്രത്തെക്കുറിച്ച് കുറേ സ്ഥലത്ത് പറയുന്നുണ്ട്. വെളിപ്പാടിലെ പാനപാത്രം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുന്നവർക്ക് പാനപാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. അപ്പം ദൈവത്തിൻ്റെ കോപത്തിൻ്റെ പാനപാത്രമാണ് നമ്മൾ ബൈബിളിൽ ഉടനീളം കാണുക. കഷ്ടതയുടെ പാനപാത്രത്തിനേക്കാളധികം ആ കഷ്ടത വരാൻ കാരണം അത് ദൈവത്തിൻ്റെ കോപം മൂലമാണ്. നമുക്ക് യെരമ്യാ 25-ാമത്തെ വാക്യം വായിക്കാം. ഇത് മറ്റ് ജാതികൾക്കുള്ള ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ കാര്യമാണ് അവിടെ പോയി. 25:15 യെരമ്യാ 25:15 ഇങ്ങനെ വായിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്നോട് പ്രാർത്ഥിച്ചു, ഈ ക്രോധമദ്യം നിറഞ്ഞ പാനപാത്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ നിന്നെ അയക്കുന്ന ജാതികളൊക്കെയും കുടിപ്പിക്കുക.
അപ്പം ജാതികളുടെ ദൈവത്തിന് കോപം എന്തിനോടാണ് ദൈവത്തിന് കോപം എന്ന് പറയുന്നത്? ഒരു മനുഷ്യരോടല്ല ദൈവത്തിന് കോപം, അവരുടെ പ്രവൃത്തികളോടാണ് കോപം എന്ന് റോമരുടെ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. റോമരുടെ ലേഖനം 1:18, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു. ദൈവം കോപിക്കുന്ന ഇതിനാണ്. അഭക്തി എന്ന് പറഞ്ഞാൽ ദൈവഭയമില്ലായ്മ, ദൈവഭക്തി ഇല്ലായ്മ. ഭക്തിക്കും ഭയത്തിനും ഇതിൽ ഇംഗ്ലീഷിൽ ഫിയർ എന്നാണ്, ഫിയർ ഓഫ് ഗോഡ്. അപ്പം അതില്ലായ്മ, അതുപോലെ അനീതി, നീതിയില്ലായ്മ, ഇതിനെതിരായിട്ടാണ് ദൈവത്തിൻ്റെ ക്രോധം എപ്പോഴും ഉള്ളത്. അത് ജാതികളുടെ നേരെയും ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ പാനപാത്രം കൊടുക്കുന്ന കാര്യമാണ് യെരമ്യാ പ്രവചനോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ യെശയ്യാവിൽ നമ്മൾ ഇസ്രായേലിന് നേരെയുള്ള ദൈവത്തിൻ്റെ പാനപാത്രത്തിൻ്റെ ക്രോധത്തിൻ്റെ പാനപാത്രം നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. യെശയ്യാവ് 51:17, യഹോവയുടെ കയ്യിൽ നിന്ന് അവൻ്റെ ക്രോധത്തിൻ്റെ പാനപാത്രം കുടിച്ചിട്ടുള്ള യെരൂശലേമേ ഉണരുക, ഉണരുക, എഴുന്നേറ്റ് നിൽക്കുക, നീ പരിഭ്രമത്തിൻ്റെ പാനപാത്ര കുടം കുടിച്ച് വറ്റിച്ച് കളഞ്ഞിരിക്കുന്നു. അതേപോലെ അതിൻ്റെ തന്നെ ആ അധ്യായം തന്നെ 22 ഇങ്ങനെ വായിക്കുന്നു, നിന്റെ കർത്താവായ യഹോവയും തൻ്റെ ജനത്തിൻ്റെ വ്യവഹാരം നടത്തുന്ന നിന്റെ ദൈവവുമായ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ പരിഭ്രമത്തിൻ്റെ പാനപാത്രം, എൻ്റെ ക്രോധത്തിൻ്റെ പാനപാത്ര കുടം തന്നെ നിന്റെ കയ്യിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു, ഇനി നീ അത് കുടിക്കുകയില്ല. ഇത് ഇസ്രായേൽ ജനത്തോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്വമാണ്. അതാണ് നമ്മളാകുന്ന ഇസ്രായേൽ ജനം. ഇപ്പോൾ ഒരു ഇസ്രായേൽ ജനവും ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രിയജനമായിട്ട് ദൈവം അംഗീകരിക്കുന്നില്ല. യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരാണ് അബ്രഹാമിൻ്റെ സന്തതികളായിട്ട് തീരുന്നവർ. അപ്പോൾ അവരോട് ദൈവം പറഞ്ഞിരിക്കുന്നത്, ഈ പാനപാത്രം ഇനി നിനക്ക് കുടിക്കേണ്ടി വരില്ല. കാരണം എന്താണ്? നമ്മുടെ നാഥൻ അത് ഗത്സമന തോട്ടത്തിൽ വെച്ചത് കുടിച്ചു നമുക്ക് വേണ്ടിയിട്ട്. ഈ പാനപാത്രം എങ്കിൽ നിന്ന് അകറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു യേശു. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ആ പാനപാത്രം യേശു കുടിക്കേണ്ടി വന്നു. ആ എല്ലാ പ്രയാസം കഷ്ടതയിലൂടെയും കടന്നുപോയി. പക്ഷേ ശാരീരികമായിട്ടുള്ള വേദനയെക്കാളും അധികം യേശുവിന് അന്ന് ഏറ്റവും അധികം പ്രയാസപ്പെടുത്തി തൻ്റെ പിതാവ് തന്നിൽ നിന്ന് വേർപ്പെടുന്നു പാപം മൂലം. ഈ സകല ജനത്തിൻ്റെയും പാപം യേശുവിന്മേലാക്കി എന്ന് 2 കൊരിന്ത്യർ 5:21 നമ്മൾ വായിക്കുന്നു. അത് തന്നെ ദൈവത്തിൽ നിന്നും അകറ്റും എന്നുള്ള ആ പേടി. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള സെപ്പറേഷൻ. യേശു ഒരു പാപം അവിടെ ചെയ്തിട്ടില്ല, പക്ഷെ അവനെ പാപമാക്കി എന്ന് പറഞ്ഞാൽ യേശു സ്വർഗത്തിൽ ആ കുരിശിൽ കിടന്ന് പിതാവ് തന്നെ കൈവിട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ യേശുവിനുണ്ടായിരുന്ന വിഷമം. അതുണ്ടാകും എന്ന് യേശുവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആ വേദന സഹിക്കാൻ വയ്യാതെയാണ് അതിൻ്റെ വിയർപ്പ് തുള്ളി രക്തമായിട്ട് ഒഴുകിയത്. അപ്പോൾ ദൂതന്മാർ വന്നവനെ ശക്തിപ്പെടുത്തി. ആ ശക്തിയിലാണ് പിന്നീടുള്ള പീഡാനുഭവങ്ങൾ മുഴുവനും യേശു സഹിച്ചത്. അപ്പോൾ അവരോട് എന്തിനാണ് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞത്? ശിഷ്യന്മാരോട്. കാരണം അവർക്കും ഇതുപോലെയുള്ള പരീക്ഷകൾ വരാൻ പോവാണ്. എല്ലാവരും യേശുവിനെ വിട്ടുപോയി. എല്ലാവരും പത്രോസിനോട് നേരിട്ട് പറഞ്ഞു, നീ എന്നെ തള്ളിപ്പറയുന്നു. അപ്പം അതിലെല്ലാം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് യേശുനാഥൻ അവരോട് നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. പക്ഷേ പൈശാചിക ശക്തികൾ അന്ന് ആ ഗത്സമന തോട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു. അവർ ഒരിക്കലും ഈ ശിഷ്യന്മാർക്ക് അത് പ്രാർത്ഥിക്കാനായിട്ട് അനുവദിച്ചില്ല. അവരുടെ ഉറക്കം അവരെ ഒത്തിരി അസഹ്യപ്പെടുത്തിയിരുന്നു. അവരങ്ങ് ഉറങ്ങിപ്പോവാണ് ചെയ്തത്. പ്രാർത്ഥിക്കാനൊന്നും അവർക്ക് പറ്റിയില്ല. അതാണ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ആ യേശുവിൻ്റെ ആ ഒരു ആഹ്വാനം നമുക്കെല്ലാവർക്കും ഉള്ള ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കുക. നമ്മൾ ഓരോ നിമിഷവും നമ്മൾക്ക് പിശാചിൻ്റെ പരീക്ഷകൾ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ വീണു പോകാതിരിക്കാൻ എന്നും പ്രാർത്ഥനയോടെ ഇരിക്കുക. നമ്മൾക്ക് ഒരിക്കലും യേശു ഈ അതാണ് റോമർ 5:1 പറയുന്നത്, ഇപ്പോൾ ക്രിസ്തേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയില്ല. നമ്മൾ ക്രിസ്തുവിലാണെങ്കിൽ നമുക്ക് ദൈവം
ഒരു ശിക്ഷാവിധിയും ഒരുക്കിയിട്ടില്ല. ന്യായവിധി ഉണ്ടാകും, പക്ഷെ ന്യായവിധി കഴിഞ്ഞ് നമ്മളെ ദൈവത്തോട് കൂടെയുള്ള ജീവിതത്തിനാണ് നമ്മൾ ഒരുക്കുന്നത്. നമുക്ക് ശിക്ഷാവിധി ഒന്നും ഉണ്ടാകത്തില്ല. കാരണം യേശുനാഥൻ അതെല്ലാം നമുക്ക് വേണ്ടി സഹിച്ചു കഴിഞ്ഞു. അടുത്ത പാഠത്തിലേക്ക് പോകുമ്പോൾ യേശുവിൽ നിന്ന് ഓടിപ്പോകുവാൻ എല്ലാം ഉപേക്ഷിച്ച് പോയ ഒരാളെ കുറിച്ചാണ്. മർക്കോസ് 14:43 തുടങ്ങി 52 വരെയുള്ള വാക്യങ്ങളിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ മർക്കോസ് 14 മാത്രമാണ് 14 അധ്യായം മാത്രമാണ് പഠിക്കുന്നത്. 43-ന്റെ 52 വരെയുള്ള വാക്യങ്ങൾ. ഉടനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പന്തിരുവരിൽ ഒരുത്തൻ യൂദയും അവനോടൊരു മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാർ എന്നിവർ അയച്ച ഒരു പുരുഷാരവും വാളും വടിയുമായിട്ട് വന്നു. നമുക്കറിയാം, അവനെ നേരത്തെ നമ്മൾ വായിച്ചു. യൂദ ചെന്ന് അവരുമായിട്ട് കരാറുണ്ടാക്കിയ കാര്യമല്ല. അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെയാവുന്നു, അവനെ പിടിച്ച് സൂക്ഷ്മതയോടെ കൊണ്ടുപോകുന്നവർക്ക് അടയാളം പറഞ്ഞു കൊടുത്തു. അവൻ വന്നു ഉടനെ അടുത്ത് റബ്ബി എന്ന് പറഞ്ഞവനെ ചുംബിച്ചു. അവർ അവൻ്റെ മേൽ കൈവച്ച് അവനെ പിടിച്ചു. അരികെ നിൽക്കുന്നവരിൽ ഒരുവൻ വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി കാതർത്തു. യേശു അവരോട്, ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങൾ എന്നെ പിടിക്കാൻ വാളും വടിയുമായി പുറപ്പെട്ടു വന്നു. ഞാൻ ദിവസേന ദേവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഇരുന്നു. നിങ്ങൾ എന്നെ പിടിച്ചില്ലെങ്കിലും തിരുവെഴുത്തുകൾക്ക് നിവൃത്തി വരേണ്ടതിന് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. ഒരു ബാല്യക്കാരൻ വെറും ശരീരത്തിന്മേൽ പുതപ്പ് പുതച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവർ അവനെ പിടിച്ച് അവനോ പുതപ്പ് വിട്ട് നഗ്നനായി ഓടിപ്പോയി. ഇപ്പോൾ ഇവിടെ ഈ ഒരു സംഭവം നടക്കുമ്പോഴും യേശുവിന് യാതൊരു ഭയമോ ഉത്കണ്ഠയോ ഒന്നും ഇല്ലായിരുന്നു. വളരെ ശാന്തനായിരുന്നു. യേശുവിൻ്റെ അടുത്തവരിൽ ഒരാൾ അവനെ ഒറ്റിക്കൊടുത്തു എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു. യൂദയുടെ പ്രേരണയെ സംബന്ധിച്ച് സുവിശേഷങ്ങൾ അധികം വിശദീകരണങ്ങളൊന്നും തരുന്നില്ല. എന്തുകൊണ്ടാണ് യൂദ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊന്നും അധികം വിശദീകരിക്കുന്നില്ല. പക്ഷെ മിസ്സസ് വൈറ്റ് ഇങ്ങനെ പറയുന്നു, യൂദയ്ക്ക് സ്വാഭാവികമായ പണത്തോട് ഒരു വലിയ സ്നേഹം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്രകാരം ഒരു പ്രവൃത്തി ചെയ്യത്തക്ക വിധം യൂദ എല്ലായ്പ്പോഴും അത്ര ദുഷിച്ചവനായിരുന്നില്ല. അത്യാഗ്രഹം ഉണ്ടാകുന്നുള്ള സത്യം പണത്തോട്. പക്ഷെ ഇങ്ങനെ യേശുവിനെ കൊല്ലണം എന്നുള്ളൊരു ആഗ്രഹം അത്രയും ദുഷ്ടൊന്നും ആയിരുന്നില്ല. അവൻ്റെ ജീവിതത്തിലെ ഭരിക്കുന്ന പ്രേരണ ആയിത്തീരും വിധം തൻ്റെ ധനേച്ഛയുടെ ആത്മാവിനെ താൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ക്രിസ്തുവിനോടുള്ള അവൻ്റെ സ്നേഹത്തെ മാമോനോടുള്ള സ്നേഹം സമനില തെറ്റിച്ചിരുന്നു. ഒരു ദുർവാസനയ്ക്ക് അടിമായതിലൂടെ പാപത്തിൻ്റെ ഏതറ്റം വരെ പോകത്തക്ക വിധം അവൻ സ്വയം സാത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അതാണ് സാത്താൻ യൂദയുടെ ഉള്ളിൽ കടന്നു എന്ന് നമ്മൾ ലൂക്കോസും യോഹന്നാനും എഴുതിയിരിക്കുന്ന വായിച്ചത്. അങ്ങനെ ഉള്ളിൽ കടക്കയില്ലേ, അവൻ സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കാരണം അവൻ്റെ ആഗ്രഹം മുഴുവൻ യേശുവിനേക്കാളും കൂടുതൽ വില അവൻ ധനത്തിന് കൊടുത്തു. ആ ഒരു പ്രമാണി വന്ന് യേശുവിനോട് ചോദിച്ചു പോലെ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ കൽപ്പന അനുസരിക്കുന്ന കാര്യം പറഞ്ഞു. പിന്നെ പറഞ്ഞത് നിൻ്റെതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. അപ്പോഴാണ് അവൻ അത് സഹിക്കാൻ പറ്റായിരുന്നത്. അവൻ യേശുവിനോടൊത്തുള്ള നിത്യജീവനേക്കാളും വില ഈ സമ്പത്തിന് കൊടുത്തു. അതാണ് ഇവിടെയും യൂദ ചെയ്തത്. അപ്പോൾ ഇവിടെ ജനക്കൂട്ടം അറസ്റ്റ് ചെയ്തപ്പോൾ കലാപം തുടങ്ങി, വാളൂരി. അത് പത്രോസ് ആണെന്നാണ് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ. മഹാപുരോഹിതന്റെ ദാസന്റെ ചെവി മുറിച്ചു. അവർ ദേവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ചെയ്യുന്ന പരസ്യമായി ചെയ്യുവാൻ ഭയന്നിട്ട് അവർ രഹസ്യത്തിൽ ചെയ്തതുകൊണ്ട് യേശു ക്രിസ്തു ജനക്കൂട്ടത്തെ വിമർശിച്ചു. നിങ്ങളുടെ കൂടെ ഞാനിരുന്നപ്പോൾ നിങ്ങൾക്ക് എന്നെ പിടിക്കാമായിരുന്നില്ലേ, ഇപ്പം എന്തിനാ വന്നത് എന്നെല്ലാം ചോദിച്ചു. പക്ഷെ എല്ലാത്തിനും ഭയങ്കര ശാന്തനായിട്ടായിരുന്നു യേശുവിൻ്റെ സംസാരം. എല്ലാ ശിഷ്യന്മാരും അപ്പോൾ ഓടിപ്പോയി. ആരും യേശുവിനോട് കൂടെ ഇല്ലായിരുന്നു. അവൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ദൂരെ നിന്ന് യേശുവിനെ പിന്തുടരും. പത്രോസ് ദൂരെ നിന്ന് യേശുവിനെ പിന്തുടരുകയും സ്വയം കുഴപ്പത്തിലാകുകയും ചെയ്തു. അത് നമുക്കറിയാം. കൊട്ടാരത്തിൽ, ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള അവിടെ വിചാരണ സമയത്താണ് 3 സന്ദർഭങ്ങളിൽ യേശുവിനോട് പത്രോസിനോട് പറയും, നീ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? അപ്പോഴെല്ലാം പത്രോസ് അവനെ തള്ളിപ്പറഞ്ഞു. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ എന്നാണ് പറഞ്ഞത്, ഒരു യുവാവ് എന്നീ വാക്കിൽ യേശുവിനെ അനുഗമിച്ച ഒരു യുവാവിനെ പറ്റി പറയുന്നത്. സുവിശേഷങ്ങളിൽ മറ്റൊരിടത്ത് ഇത് കാണുന്നില്ല. ഇത് മർക്കോസിൽ മാത്രമാണ് പറയുന്നത്. ഇത് മർക്കോസ് തന്നെയാണെന്ന് ചിലർ ചിന്തിക്കുന്നു. എന്നാൽ തെളിയിക്കാൻ കഴിയാത്തതാണ്. താൻ നഗ്നനായി ഓടിപ്പോയെന്നതാണ് ഇവിടെ ശ്രദ്ധേയമായിരിക്കുന്നത്. യേശുവിനെ അനുഗമിക്കുന്നതിന്, എല്ലാം ഉപേക്ഷിക്കുന്നതിന് പകരം ഇവിടെ എന്താ ചെയ്ത്, യേശുവിൽ നിന്ന് ഓടിപ്പോകുന്നതിന് അവൻ തൻ്റെ വസ്ത്രം പോലും വിട്ട് നഗ്നനായിട്ട് ഓടിപ്പോയി. എല്ലാവരും
യേശുവിനെ തള്ളിക്കളഞ്ഞു, ഉപേക്ഷിച്ചു, ഒറ്റയ്ക്കായി തീർന്നു. ആ ഒരു മനുഷ്യൻ, ഈ ഒരു യുവാവ്, അത് മർക്കോസ് ആയിരിക്കണം എന്ന് തിയോളജിയൻസ് പറയുന്നു. മർക്കോസ് അന്നൊരു ഒരു ടീനേജറായിരുന്നു ആ പ്രായം വെച്ച് നോക്കുമ്പോൾ. ആ സമയത്താണിത് നടക്കുന്നത്. മർക്കോസ് ആയിരിക്കാം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ഉപേക്ഷിക്കേണ്ടത്. പക്ഷേ ഇയാൾ ചെയ്ത് യേശുവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാം വിട്ടിട്ട് ഓടിപ്പോകുന്നതാണ്. നമ്മളങ്ങനെ ആകരുത്. യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഭൂമിയിലുള്ളതെല്ലാം കൊടുക്കാൻ തയ്യാറായിരിക്കണം, എല്ലാം വിടാൻ തയ്യാറാവുക. അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ആരാണ് എന്നുള്ള ഒരു ചോദ്യം, അത് പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞതിനെ കുറിച്ചാണ് പറയുന്നത്. സൻഹെദ്രിനിലേക്ക് യേശുവിനെ കൊണ്ടുവന്നതിലേക്കും വിചാരണയുടെ ആദിഭാഗത്തെക്കുറിച്ചൊക്കെ മർക്കോസിൽ പറയുന്നുണ്ട്. അത് നിരാശയിലുള്ള ഒരു വീണ്ടും നേതാക്കൾ യേശുവിനെതിരെ ആരോപണങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. സാക്ഷ്യങ്ങൾ എങ്ങനെ വ്യാജമായിരുന്നു എന്നും സാക്ഷികൾ ഒരിക്കലും യോജിപ്പിലായിരുന്നില്ല എന്നും സുവിശേഷ എഴുത്തുകാർ സൂചിപ്പിക്കുന്നു. എല്ലാ സുവിശേഷത്തിലും നമ്മൾ ചോദിക്കുക, അവർ കള്ളസാക്ഷ്യങ്ങളാണ് യേശുവിനെ കുറിച്ച് പറഞ്ഞത്. പല കള്ളസാക്ഷ്യങ്ങളും പറഞ്ഞു. ഇത് മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായം 60 തുടങ്ങി 72 വരെയുള്ള വാക്യങ്ങളിലാണ്. എല്ലാവരും കള്ളസാക്ഷ്യങ്ങളാണ് പറഞ്ഞത്. അവസാനം മഹാപുരോഹിതൻ എഴുന്നേറ്റ് യേശുവിനോട് നേരിട്ട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ എന്ന് ചോദിച്ചു. യേശു അത് കപടമില്ലാതെ അത് സമ്മതിക്കുന്നു. എന്നിട്ട് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളോടുകൂടെ വയോധികന്റെ അടുക്കിലേക്ക് വരുന്ന ഒരു ദർശനം ദാനിയേൽ കാണുന്നുണ്ട്. അതിവിടെ യേശുക്രിസ്തു പറയുകയാണ്. അത് പറഞ്ഞപ്പോഴേക്കും മഹാപുരോഹിതൻ വസ്ത്രം കീറി ഇവനെ ഉടനെ തന്നെ ക്രൂശിക്കണം, ഇവൻ ദൈവദൂഷണമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ്റെ മുഖത്ത് തുപ്പുകയും മുഖം മൂടുകയും അടിക്കുകയും ചെയ്തിട്ട് അവനോട് പ്രവചിക്കുവാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ യേശുവിനെ അവിടെ വിചാരണ ചെയ്യുന്ന സമയത്ത് തന്നെ വെളിയിൽ വേറൊരു കാര്യം നടക്കുകയാണ്. അവിടെ യേശു സത്യമായിട്ടുള്ള ഒരു സാക്ഷീകരണം നടത്തുകയാണ്. ഞാൻ ദൈവപുത്രനാണ് എന്നുള്ള സാക്ഷീകരണം അവിടെ നടത്തുവാണ്. പക്ഷെ വെളിയിൽ നടക്കുന്നത് അത് വേറെ 6ാമത്തെ സാൻഡ്വിച്ച് കഥ എന്ന് പറയുന്നത്. ഇവിടെ ഇത് നടക്കുന്നതിനിടയ്ക്ക് വെളിയിലൊരു കാര്യവും കൂടി മർക്കോസ് അവിടെ രേഖപ്പെടുത്തുവാണ്. പത്രോസ് എങ്ങനെയാണ് വെറും സാധാരണക്കാരനായ ജനങ്ങളുടെ മുമ്പിൽ, സ്ത്രീയുടെ മുമ്പിലെല്ലാം തൻ്റെ ദൈവത്തെ, തൻ്റെ നാഥനെ തള്ളിപ്പറയേണ്ടി വന്നത് എന്ന് കാണിക്കുകയാണ്. ഒരു ദാസൻ അഥവാ കാഴ്ചക്കാരൻ പത്രോസിൻ്റെ അടുത്തുകൂടി സംഭാഷിച്ചു. ഓരോ പ്രാവശ്യവും പത്രോസ് യേശുവുമായി തനിക്കുണ്ടായിരുന്ന സംസർഗം തള്ളിക്കളഞ്ഞു. അതിനിടയ്ക്ക് ശപിക്കുകയും ആണയിടുക പോലും ചെയ്തു. ഒരു രാത്രിക്ക് മുമ്പ് പറഞ്ഞതാണ്, എല്ലാവരും ഇടറിപ്പോയാലും ഞാൻ ഇടറിയില്ല. ഒരിക്കലും നമ്മൾ നമ്മുടെ ഹൃദയത്തെ വിശ്വസിക്കരുത്. അത് പിശാച് എപ്പോഴും വേണമെങ്കിലും നമ്മളിൽ പ്രവർത്തിക്കും. അപ്പോൾ ഈ പ്രാവശ്യം 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞപ്പോഴേക്കും കോഴി 2ാം പ്രാവശ്യം കൂടിയത്. ആ രാത്രിയിൽ പത്രോസ് യേശുവിന് 3 പ്രാവശ്യം തള്ളിപ്പറയുന്ന യേശുവിൻ്റെ പ്രവചനം ഓർത്തത്. അപ്പോഴായിരുന്നു അവൻ പൊട്ടിക്കരഞ്ഞു. യേശുവിൻ്റെ വിചാരണയുടെ അവസാനത്തിലെ സ്പർശിക്കുന്ന വിരോധാഭാസം എവിടെയാണ്? യേശുവിൻ്റെ കണ്ണ് കെട്ടി അടിച്ചു പ്രവചിക്കുവാൻ കൽപ്പിച്ചു. ആരടിച്ചെന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട് അവനെ പരിഹസിക്കുക എന്നതായിരുന്നു ആശയം. അവൻ്റെ കണ്ണൊക്കെ കെട്ടിയിട്ട് നിന്നെ ആരാണ് അടിക്കുന്നതെന്നൊന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ ഇത് ചെയ്ത അതേ സമയത്ത് താഴെ മുറ്റത്ത് യേശുവിൻ്റെ പ്രവചനങ്ങളിൽ ഒരെണ്ണത്തെ നിറവേറ്റിക്കൊണ്ട് പത്രോസ് യേശുവിനെ തള്ളിപ്പറയായിരുന്നു. അപ്പോൾ യേശുവിന് പ്രവചിക്കാൻ കഴിയില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. താൻ തലേ ദിവസം പ്രവചിച്ച കാര്യം ഇന്ന് നിവൃത്തിയാകുകയാണ് ചെയ്തത് പത്രോസിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ കൊടുത്തതും തൻ്റെ ആത്മാവിനെ നമ്മിൽ പകർന്നുകൊണ്ട് ആ കൽപ്പനകളിൽ നമ്മളെ നടക്കുമാറാക്കിയെന്ന്, പിശാചിൻ്റെ എല്ലാ ശക്തിയിൽ നിന്നും നമ്മളെ വിടുവിച്ച ആ ദൈവത്തിന്, ആ യേശുവിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം കൊടുക്കാൻ തയ്യാറായിരിക്കുക. എന്നും യേശുവിനെ തള്ളിപ്പറയാതിരിക്കാൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള അവസരങ്ങൾ ഇഷ്ടംപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അപ്പോഴൊന്നും യേശുവിനെ തള്ളിപ്പറയാതെ യേശുവിന് വേണ്ടി നിൽക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട്, ഈ നിമിഷങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ വചനം കൂടുതലായി പഠിക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നത്. ഞങ്ങളിന്ന് യൂദാസിനെ കുറിച്ചും ആ സ്ത്രീയെക്കുറിച്ചും, യേശുവിൻ്റെ തലയിൽ തൻ്റെ സുഗന്ധ തൈലം ഒഴിച്ച സ്ത്രീയെക്കുറിച്ചും
അതുപോലെ പത്രോസിനെ കുറിച്ചെല്ലാം വായിച്ചു കേട്ട് പിതാവേ, ദൈവമേ, ആ സ്ത്രീ ചെയ്ത പോലെ നല്ല പ്രവൃത്തി, യേശുവിന് വേണ്ടി നല്ല പ്രവൃത്തി ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. അതുപോലെ പത്രോസിനെ പോലെ ഞങ്ങൾക്ക് സ്വയം അഹങ്കരിക്കാതിരിക്കാൻ, സ്വയം ആത്മപ്രശംസ ഉള്ളവരാകാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ പുണ്യനാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.